ഒരു കാലത്ത് ഉൾഫ തീവ്രവാദത്തിന്റെ നാഡീകേന്ദ്രങ്ങളിലൊന്നായിരുന്ന ദിബ്രുഖണ്ഡിലാണ് റിപ്പബ്ലിക് ദിനത്തിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് ദേശീയ പതാക ഉയർത്തിയത്. തീവ്രവാദ ഭീഷണി നിലനിന്നിരുന്നതിനാൽ റിപ്പബ്ലിക് ദിനത്തിൽ ഉൾഫ ശക്തി കേന്ദ്രങ്ങളിൽ ദേശീയ പതാക ഉയർത്തുക എന്നത് ഇക്കാലം അത്രയും പ്രയാസകരമായ കാര്യമായിരുന്നു. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരന്തരമായ ശ്രമങ്ങളുടെ ഫലമായി സമാധാനം വീണ്ടെടുക്കുകയും 44 വർഷം നീണ്ട സായുധ പോരാട്ടങ്ങൾക്ക് പൂർണ്ണ വിരാമമിട്ടുകൊണ്ട് ഒടുവിൽ ഉൾഫ പിരിച്ചുവിടുകയും ചെയ്തതോടെയാണ് ദേശീയ ആഘോഷത്തിനൊപ്പം ചേരാൻ ദിബ്രുഗഡിന് സാധിച്ചത്. അസമിനെ തീവ്രവാദത്തിന്റെ കുടക്കീഴിലാക്കിയ സംഘടനയാണ് ഉൾഫ. സ്വതന്ത്ര പരമാധികാര അസം 1979 ഏപ്രിൽ 7-ന് അസമിലെ ശിവസാഗറിൽ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം എന്ന പേരിൽ പിറവിയെടുത്ത സായുധ സംഘടനയുടെ ലക്ഷ്യം അത് മാത്രമായിരുന്നു. 44 വർഷം നീണ്ട സായുധ പോരാട്ടങ്ങൾക്ക് പൂർണ്ണ വിരാമമിട്ടുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ജനുവരി അവസാനവാരം ഉൾഫ പിരിച്ചുവിട്ടത്. ഇതോടെ രാജ്യത്തെ വടക്കുകിഴക്കൻ മേഖലയിലെ രക്തരൂക്ഷിത പോരാട്ടങ്ങൾക്കാണ് അന്ത്യമായത്. ഒരു കാലത്ത് 5000-ഓളം അംഗങ്ങളുണ്ടായിരുന്ന ഉൾഫ 700-ഓളം അംഗങ്ങൾ മാത്രമുള്ള സംഘടനയായി ചുരുങ്ങിയിരുന്നു. ശക്തി ക്ഷയിച്ചതിന് പിന്നാലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കടുത്ത പ്രതിരോധം ഉയർത്തുകയും സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ചർച്ചകൾ നടത്തുകയും ചെയ്തതോടെ സായുധ പോരാട്ടം അവസാനിപ്പിച്ച് ദേശീയതയ്ക്കൊപ്പം ചേരാൻ അംഗങ്ങൾ തയ്യാറാവുകയായിരുന്നു. വർഷങ്ങളായി റിപ്പബ്ലിക് ദിനവും സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളും ബഹിഷ്കരിക്കാൻ ഉൾഫ ആഹ്വാനം ചെയ്യുക പതിവായിരുന്നു. അതിനാൽ മുഖ്യമന്ത്രിമാർ സാധാരണയായി ഗുവാഹത്തിയിലാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുക. പക്ഷേ ഇപ്പോൾ അസമിൽ സ്ഥിതിഗതികൾ മാറിമറിഞ്ഞിരിക്കുന്നു. ദിബ്രുഖണ്ഡിലാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് ദേശീയ പതാക ഉയർത്തിയത്. ഉൾഫ ബന്ദിന് ആഹ്വാനം നൽകിയിരുന്നുവെങ്കിലും അതൊന്നും ഇക്കുറി ദിബ്രുഖണ്ഡിൽ ഫലവത്തായില്ല. ഇവിടെയുള്ള ഖനികൾ പരേഡ് ഗ്രൗണ്ടിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത്. സായുധ സേനകളുടെ പ്രത്യേക അധികാര നിയമപ്രകാരം പ്രശ്നബാധിത പ്രദേശങ്ങളായി തുടരുന്ന സംസ്ഥാനത്തെ 4 ജില്ലകളിൽ ഒന്നാണ് ഇത്. ദിബ്രുഗഡ് ആദ്യമായി റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുന്നു. നഗരം ത്രിവർണ പതാകകളാൽ അലങ്കരിച്ചിരിക്കുന്നു. തീവ്രവാദ സ്വാധീനത്തിന്റെ പിടിയിൽ നിന്ന് ജില്ല വിമുക്തപ്പെട്ടതിന്റെ തെളിവാണിത്. ഞാൻ അവിടെ തിരങ്ക അഴിച്ചുവിടും. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ എക്സിലെ ഒരു പോസ്റ്റിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു. സൈന്യവും CRPFും സുരക്ഷാ ക്രമീകരണങ്ങളിൽ പോലീസിനെ സഹായിക്കുന്നുണ്ടെന്നും സുരക്ഷ ശക്തമാക്കാൻ മറ്റു ജില്ലകളിൽ നിന്ന് ഏകദേശം 400 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ടെന്നും ദിബ്രുഗഡ് SP VP രാകേഷ് റെഡ്ഡി പറഞ്ഞു. വിഭിന്ന സംസ്കാരങ്ങളുടെ സംഗമഭൂമിയായിരുന്നു അസം. ബോഡോ, കച്ചേരി, കർബി, മിരി, മിഷിമി, രഫ തുടങ്ങിയ നിരവധി ഗോത്രവർഗ്ഗങ്ങൾ. അവരുടേത് മാത്രമായ ഭാഷ, വസ്ത്രധാരണ ശൈലി, ഭക്ഷണരീതികൾ തുടങ്ങി തനതു രീതിയിൽ ഒന്നിച്ചു ചേർന്ന് ജീവിച്ചിരുന്ന ഒരു ജനത. ഇവരുടെ സൗര്യവര്യം തകർന്നത് ഇന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നെടും തൂണുകളിലൊന്നായ തേയില വ്യവസായത്തിന്റെ വ്യാപനത്തോടെയാണ്. രാജ്യാന്തര പ്രശസ്തി നേടിയ തേയിലത്തോട്ടങ്ങളും കൽക്കരി ഖനികളും വിദേശികൾ ഉൾപ്പെടെയുള്ളവരെ അസമിലേക്ക് ആകർഷിച്ചപ്പോൾ തദ്ദേശീയരുടെ മനസ്സിൽ മുളപൊട്ടിയത് ആശങ്കകളാണ്. മണ്ണിന്റെ മക്കൾ വാദമുയർത്തി യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം പിറവിയെടുക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റത്തിന് എതിരെയായിരുന്നു പ്രക്ഷോഭം. അസം ഇന്ത്യയുടെ ഭാഗമല്ലെന്നും അവർ വാദിച്ചു.